1990 കാലഘട്ടത്തിൽ നടക്കുന്ന കഥ. പ്രണയം, ചിരി, യുദ്ധം എന്ന ടാഗ് ലൈനുമായി എത്തുന്ന ഗാങ്സ്റ്റർ പ്രണയകഥയെന്ന് ഈ കാർത്തിക് സുബ്ബരാജ് ചിത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. സൂര്യയെ വിൻറ്റേജ് ഹീറോയെ അവതരിപ്പിക്കുന്ന റെട്രോ നടൻ്റെ ആരാധകരെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ശരാശരി ചിത്രമായി മാറുന്നു ഇവിടെ. ചെറുപ്പം മുതൽ മുഖത്ത് പുഞ്ചിരി വിടരാത്ത പാരിവേലാണ് കഥാനായകൻ. വയറിലൊരു വേൽ പുള്ളിയുമായി ജനിച്ച പാരിക്ക് കോപവും ശൗര്യവും കൂടപ്പിറപ്പ് പോലെയാണ്. ചിരിയുടെ ചക്രവർത്തിയായ സാക്ഷാൽ ചാർലി ചാപ്ലിൻ മുന്നിൽ വന്നു നിന്ന് ചിരിച്ചാലും പാരിയുടെ മുഖം തെളിയില്ല. അച്ഛൻ തിലകൻ നാട്ടിലെ പ്രധാന ഗ്യാങ്സ്റ്ററാണ്. അച്ഛനെ പോലെ വെട്ടും കുത്തും ആയുധ കച്ചവടവുമായി നടക്കുന്നതിനിടെയാണ് പാരിയുടെ ജീവിതത്തിലേക്ക് രുക്മണി എത്തുന്നത്. അതോടെ ഗുണ്ടാപ്പണിയെല്ലാം വിട്ട് സമാധാനപരമായി കുടുംബജീവിതം നയിക്കാൻ പാരി ആഗ്രഹിക്കുന്നു. ഇതിനിടെ പാരിയുടെ അച്ഛൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന ചില അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കുന്നുണ്ട് താനും. കാർത്തിക് സുബ്ബരാജിൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലിലുള്ള പവർ പാക്ക് മേക്കിംഗ് ആണ് സിനിമയുടെ ആദ്യ പകുതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സിംഗിൾ ഷോട്ടും സന്തോഷ് നാരായണൻ്റെ സംഗീതവും സൂര്യയുടെ മാസ് പ്രകടനവുമായി ആകെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ എനർജിയോടെ പോകുന്ന സിനിമ നമ്മൾ രണ്ടാം പകുതിയോട് അടുക്കുമ്പോൾ നേരെ വിപരീത ഉൾട്ടടിച്ചു വരുന്നു. അതായത് ഊഹിക്ക് എടുക്കാവുന്ന കഥാഗതി, തിരക്കഥയിലെ ഒരു കരുത്തില്ലായ്മ, ശക്തനായ ഒരു പ്രതിനായകൻ, വില്ലൻ്റെ കുറവ്, ഇതൊക്കെ സിനിമയുടെ ഒരു പോരായ്മകളായിട്ട് നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. പൂർണ്ണമായും ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് കഥ പറയാനാണ് നമ്മുടെ സംവിധായകൻ കാർത്തിക് സുബ്ബരാജ് ശ്രമിച്ചിരിക്കുന്നത്. കഥയിലെ ഇല്ലായ്മ സിനിമയുടെ പ്രധാന പോരായ്മയാണെങ്കിലും അതിനെ തൻ്റെ മേക്കിങ്ങിലൂടെ മറികടക്കാനായിട്ട് സംവിധായകൻ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് താനും. വെസ്റ്റേൺ ഹോളിവുഡ് ക്ലാസിക് സിനിമകളിലെ അനുസ്മരിപ്പിക്കുന്ന അവതരണ ശൈലിയാണ് ഇത്തവണ കാർത്തിക് പരീക്ഷിക്കുന്നത്. ചില സീനുകൾ നമ്മുടെ പ്രേക്ഷകൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ സംവിധായകൻ ഇതിൽ വിജയിക്കുന്നുണ്ട് താനും. സൂര്യയും പൂജ ഹെഗ്ഡെയും ഒത്തുള്ള കെമിസ്ട്രി സിനിമയ്ക്ക് ഗുണമായിട്ടുണ്ട്. ഇവർ ഒരുമിക്കുന്ന പ്രണയഗാന രംഗങ്ങളും സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. എന്നാൽ കഥയിൽ നായക കഥാപാത്രത്തിന് കൊടുക്കേണ്ട ഐഡൻറ്റിറ്റി ഈ സിനിമയിൽ ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പാരിവേൽ എന്ന കഥാപാത്രവുമായി പ്രേക്ഷകൻ ഒരു തലത്തിലും കണക്റ്റ് ആകാൻ പറ്റുന്നില്ല. ആദ്യം മുതൽ അവസാനം വരെ ഒരു വൈകാരിക കണക്ഷനും ഈ സിനിമയിലൂടെ പ്രേക്ഷകനു ലഭിക്കാതിരിക്കുന്നതിൻ്റെ കാരണവും വളരെ വികലമായി എഴുതിയ തിരക്കഥ കൊണ്ടാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സൂര്യയുടെ കഥാപാത്രം മാത്രമല്ല, ജോജു ചെയ്യുന്ന തിലകൻ, ജയറാമിൻ്റെ ഡോക്ടർ ചാപ്ലിൻ, പ്രകാശ് രാജ്, നാസർ ഇവർക്കൊന്നും കാര്യമായ സിനിമയിൽ ചെയ്യാനില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജയിൽ സീക്വൻസി സൂര്യയുടെ മുടി വിഗാണെന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ വ്യക്തമാകും. 90കളിൽ റിലീസ് ചെയ്യുന്ന സിനിമയാണെങ്കിലും ഈ തെറ്റുകുറ്റങ്ങൾ കണ്ടില്ലെന്നെടുക്കാം. എന്നാൽ 90കളുടെ കഥ പറയുന്ന ഇന്നിറങ്ങുന്ന സിനിമകളിൽ ഇത്തരം പോരായ്മകൾ വ്യക്തമാക്കുന്നത് അതിൻ്റെ മികവില്ലായ്മ തന്നെയാണ്. ആക്ഷൻ രംഗങ്ങളിൽ സൂര്യ തകർത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അത് പ്രേക്ഷകന് ഹൈ മൊമെൻ്റ് നൽകാൻ സിനിമയിൽ ഒരു ഫൈറ്റിനും കഴിയുന്നില്ല. എന്നാൽ സൂര്യയുടെ ചെറുപ്പകാലം ചെയ്യുന്ന കുട്ടിയുടെ തീവണ്ടിയിൽ വെച്ചുള്ള ഫൈറ്റ് സീൻ അതിഗംഭീരമായി കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട് താനും. സന്തോഷ് നാരായണൻ്റെ ഗാനങ്ങൾ കയ്യടിക്ക് നല്ലൊരു അർഹത ഉണ്ട്. പശ്ചാത്തല സംഗീതം ചിലയിടങ്ങളിൽ മാത്രം ഒരു അരാജകമാണ് താനും. സൂര്യയുടെ ഇൻട്രോയിൽ വരുന്ന മ്യൂസിക് അത് കിടിലൻ എടുത്തു പറയേണ്ട കാര്യമാണ്. ജയറാമിനെയും ജോജുവിനെയും കൂടാതെ സ്വാസിക, രമ്യ സുരേഷ്, മണവാളൻ ടീം അങ്ങനെ ഒട്ടുമിക്ക മലയാളികൾ ചിത്രത്തിലുണ്ട്. കൂടാതെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഛായാഗ്രഹണമായ ശ്രേയസ് കൃഷ്ണയുടെ ക്യാമറ മികവ് എടുത്തു പറയണം. അതിൽ ആൻഡമാൻ ലൊക്കേഷനിലെ ദൃശ്യങ്ങളെല്ലാം അതിമനോഹരം, കിടിലം. അതുകൂടാതെ കനിമ എന്ന് പറയുന്ന ഒരു പാട്ട് സീൻ ചിത്രീകരിച്ചിട്ടുണ്ട്, അതും നല്ലതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ സൂര്യ ആരാധകരിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് ചിത്രത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നടൻ്റെ ആരാധകരെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് സിനിമയിലുള്ളത്. ഏകദേശം ഒരു 168 മിനിറ്റാണ് സിനിമ ഉള്ളത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കങ്കുവയുടെ ദയനീയമായ പരാജയത്തിന് ശേഷം റിലീസിനെത്തുന്ന സൂര്യ ചിത്രമാണ് ഇത്. തമിഴ്നാട്ടിൽ നമുക്ക് നോക്കിയാൽ സൂര്യയുടെ ആരാധകർ ഈ ചിത്രം ഇരു കൈ നീട്ടി സ്വീകരിക്കും. പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് അത്ര അങ്ങോട്ട് പിടിക്കാൻ വകുപ്പില്ല. അവർക്കൊരു പഴഞ്ചനായിട്ട് തോന്നാം